ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. ശ്രീലങ്ക നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു രാജ്യമാണ്. പക്ഷേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ നേച്ചർ നോക്കിയാലും ഹിസ്റ്ററി നോക്കിയാലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ശ്രീലങ്കയിൽ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളൊരു 4 ദിവസത്തേക്കുള്ള ഒരു ട്രിപ്പായിരുന്നു പോരുന്നത്. അതിനകത്ത് നമുക്ക് പകുതിയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിലാണെങ്കിൽ ഒരുപാട് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. അത് കൂടുതലും ബുദ്ധ റിലേറ്റഡ് ആണ്, ഹിസ്റ്ററിക്കൽ, ആർക്കിടെക്ചർ അങ്ങനത്തെ എല്ലാം റിലേറ്റഡ് ആണ്. 4 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഗാലറിയിൽ ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസും ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശ്രീലങ്ക. ഞങ്ങൾ ദുബായിൽ നിന്ന് സൺഡേ ഈവനിങ് ഉള്ള ഫ്ലൈറ്റിനാണ് പോയത്. അത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 10:30, 11 ആയി രാത്രി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും 12 മണി, 12:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 4 ദിവസത്തേക്കുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മുടെ ദുബായിൽ നിന്നുള്ള ടേക്ക് ഓഫും ശ്രീലങ്കയിൽ ചെന്നിട്ടുള്ള ലാൻഡിങ് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം രാത്രിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടൽ വരെ എത്തുന്നത്, പിന്നെ ഹോട്ടലിൽ അത്യാവശ്യം കുറച്ച് കാഴ്ചകൾ, പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഹോട്ടലിലുള്ള ബ്രേക്ക്ഫാസ്റ്റും അതിന് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഈ പാർട്ടിലുള്ളത്. ഈ 4 ദിവസത്തെ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്തത് ആദ്യത്തെ ദിവസം കൊളംബോ സിറ്റി ടൂറായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കൊളംബോയിലുള്ളത് കണ്ടു. കൊളംബോ ശ്രീലങ്കയുടെ ക്യാപിറ്റലാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തിരക്കും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ക്രൗഡഡ് അല്ലെങ്കിൽ കുറേ ബിൽഡിങ്സ് അങ്ങനെയൊക്കെ വിചാരിക്കുമല്ലോ. ഇതങ്ങനെ ഒന്നുമില്ല. വളരെ ശാന്തമായ ഒരു ക്യാപിറ്റലാണ് കൊളംബോ. ഫസ്റ്റ് ഡേ കൊളംബോ സിറ്റി ടൂർ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹബരാന വില്ലേജിലോട്ടാണ്. അത് ശരിക്കും നാട്ടിലെയൊക്കെ പോലെ തന്നെ വളരെ നല്ലൊരു ഗ്രാമപ്രദേശം, ഭയങ്കര ശാന്തമായ സ്ഥലമാണ്, ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഹബരാന വില്ലേജിനടുത്താണ് നമ്മൾ പ്രശസ്തമായ സിഗിരിയ റോക്ക് ഫോർട്രസ്. അതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്. അതൊരു ഓൾഡ് പാലസും ഫോർട്ടും എല്ലാം കൂടെ കൂടിയ ഒരു സംഭവമാണ്. അവിടെ നമ്മൾ ഒരു ദിവസം പോയി. പിന്നെ കുറേ കേവ് ടെമ്പിൾസിൽ പോയി. ഒരുപാട് ബുദ്ധ ടെമ്പിൾസ് ഉണ്ട് ശ്രീലങ്കയിൽ. അപ്പോൾ അവർ നേച്ചറും ബുദ്ധനും പിന്നെ ആനകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ശ്രീലങ്കയിൽ കാണാനായിട്ട്. പിന്നെ നമ്മൾ പോയത് ക്യാൻഡിയിലോട്ടാണ്. ക്യാൻഡി, യെല്ല, ന്യൂറാലിയ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കൂടുതലും ഹിൽ സ്റ്റേഷനും വ്യൂ പോയിൻറ്റ്സ് ഒരുപാടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതിനകത്ത് നമ്മൾ ക്യാൻഡി വരെ പോയുള്ളൂ. പിന്നെ 4th ഡേ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് കൊളംബോയിലോട്ട് വരികയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ചെന്ന ദിവസം തന്നെ അത്യാവശ്യം നല്ല മഴ കിട്ടിയായിരുന്നു. അപ്പോൾ ഏകദേശം കേരളത്തിലെ പോലെയുള്ള കാഴ്ചകളും കാലാവസ്ഥയും എല്ലാമാണ്. ഈ ദുബായിലെ പൊരിഞ്ഞ ചൂടിൽ നിന്ന് ആ മഴയിലോട്ട് ചെല്ലാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നമ്മളിപ്പോൾ ഹോട്ടലിന് പുറത്തോ അല്ലെങ്കിൽ കറങ്ങാൻ പോകുമ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കേരളമാണോ അതോ ശ്രീലങ്കയാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതേപോലെ സാമ്യമാണ് ഉള്ളത്. അത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ടായിരിക്കാം, ഒരേ പ്രകൃതിയാണ് 2 സ്ഥലത്തും. പിന്നെ ആദ്യമായിട്ട് എനിക്ക് ശ്രീലങ്കൻ ട്രിപ്പിൽ വെച്ചിട്ട് ആനപ്പുറത്ത് കയറാൻ പറ്റി. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നൊരു കാര്യമല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു എലഫൻറ്റ് വില്ലേജിൽ പോയി. അപ്പോഴത്തേക്കും അവിടെ ഇതെല്ലാം ടിക്കറ്റ്സ് വെച്ചിട്ട് ആനപ്പുറത്ത് കയറാനും നമുക്ക് ഫീഡ് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വഴിയേ പറയാം. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതേ റൂമിലോട്ട് കയറുവാണ്. ഇനി ഒന്ന് ബാഗൊക്കെ എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഫ്രഷായിട്ട് കിടന്നുറങ്ങുക. ഇത്രയേ ഉള്ളൂ പ്ലാൻ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഈ ഹോട്ടൽ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ചുറ്റി കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊളംബോ ടൂറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ദേ ഞങ്ങളുടെ റൂം ഒന്ന് കണ്ടോ കേട്ടോ.
ശ്രീലങ്കയിൽ നമ്മുടെ ഫുഡുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അവർക്ക് കൂടുതലും അരി, തേങ്ങ ഒക്കെ ഉൾപ്പെട്ട ഭക്ഷണങ്ങളാണ്. അവർ രാവിലെ തന്നെ ചോറും കറിയും കഴിക്കുന്നവരാണ്. അപ്പോൾ ചോറും വെജ് അല്ലെങ്കിൽ നോൺ വെജ് കറികൾ കഴിക്കും. പിന്നെ വീണ്ടും രാത്രി ഇതൊക്കെ തന്നെയാണ് അവർ കഴിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ 3 നേരം 3 ഫുഡ് അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. മിക്കവാറും എല്ലാവരും ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ കൂടുതൽ നോക്കിയാൽ പൊങ്കൽ, പിന്നെ നമ്മുടെ പുട്ട് തന്നെയാണ്, പക്ഷേ വേറൊരു ടൈപ്പാണ്. പുട്ടുണ്ട്. പിന്നെ ഒരു റൈസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് അത് ചോറ് തേങ്ങാപ്പാലിൽ വേവിച്ച രീതിയിലുള്ളത്തെ ഒരു ഫുഡ്. പിന്നെ കൂടുതലും ഈ പുട്ട്, ഇടിയപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവർ തേങ്ങാപ്പാൽ കൂട്ടിയാണ് കഴിക്കുന്നത്. അതല്ലെങ്കിൽ അവർക്ക് മെയിൻലി ഒരു കറിയുണ്ട്, സാമ്പൽ. അപ്പോൾ ഇത് ചമ്മന്തി പോലെയായിട്ടും ഉണ്ട്, അല്ലാതെ ഉള്ളി വഴറ്റിയ പോലെയും ഉണ്ട്. ഇതിനെല്ലാം അവർ സാമ്പൽ എന്നാണ് പറയുന്നത്. അപ്പോൾ കോക്കനട്ട് സാമ്പൽ അല്ലെങ്കിൽ ഒനിയൻ സാമ്പൽ, അങ്ങനെ പല ടൈപ്പ് സാമ്പൽ. ഭയങ്കര സ്പൈസിയാണ് ശ്രീലങ്കൻ ഫുഡ്. അപ്പോൾ ഈ സാമ്പലാണ് അവർ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം ടേസ്റ്റ് ചെയ്തായിരുന്നു. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ആ സ്പൈസ് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. നമ്മൾ താമസിച്ചേക്കുന്നത് ഒരു അടിപൊളി ഹോട്ടലായിരുന്നു. ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താജ് ബൈ വിവാൻഡ എയർപോർട്ട് ഗാർഡൻ, കൊളംബോ ആണ്. ഇത് എയർപോർട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര രാത്രി വന്നാലും അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിലും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ട്രിപ്പാണ്. ഇത് കൊളംബോ സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഏതൊക്കെയാണെന്ന് കുറച്ചൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊളംബോയിൽ ആക്ച്വലി പബ്ലിക് ട്രാൻസ്പോർട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യാം, റെൻ്റ് കാർ എടുത്തിട്ട്. അതല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങളൊരു ഡ്രൈവറെ 4 ദിവസത്തേക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയായി പോകാം. അപ്പോൾ ബാക്കി ട്രിപ്പ് വിശേഷങ്ങൾ ഓരോ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.